നമസ്കാരം. STV വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്തിന്റെയും സർവീസ് സഹകരണ ബാങ്കിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. നാട്ടിക SN കോളേജിൽ 3 അധ്യാപകരെ നിയമവിരുദ്ധമായി സ്ഥലം മാറ്റിയെന്നാരോപിച്ച് AKPCTA ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോളേജിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. മതിലകം കൂളിമുട്ടത്ത് തെങ്ങിൽ നിന്ന് വീണ് മരിച്ച തോട്ടുപറമ്പത്ത് കുട്ടന്റെ കുടുംബത്തിനുള്ള ധനസഹായം കൈമാറി. വാർത്തകൾ വിശദമായി. കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്തിന്റെയും കൈപ്പമംഗലം സർവീസ് സഹകരണ ബാങ്കിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. പഞ്ചായത്ത് പ്രിയദർശിനി ഹാളിൽ നടന്ന ചടങ്ങിൽ E.T. ടൈസൺ മാസ്റ്റർ MLA ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, മറ്റേതൊരു സമൂഹത്തെക്കാൾ കൂടുതൽ കേരളീയ സമൂഹം വിദ്യാഭ്യാസത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഉള്ള ശ്രദ്ധ വളരെ കൂടുതലാണ്. വളരെ താഴ്ന്ന സാമ്പത്തിക നിലവാരമുള്ളവർ പോലും മറ്റേത് കാര്യങ്ങൾ മാറ്റിവെച്ച് പോലും തൻ്റെ മക്കളെ നല്ല വിദ്യാഭ്യാസം കൊടുക്കണം എന്ന കാര്യത്തിൽ യാതൊരു മടിയും കാണിക്കാത്തവരാണ്. എനിക്കറിയാം, വളരെ പാവപ്പെട്ട സാഹചര്യങ്ങളിൽ നിൽക്കുന്ന ആളുകൾ, ചിലപ്പോൾ നമ്മൾ പറയുന്ന കൂലിവേല ഉൾപ്പെടെ ചെയ്യുന്ന ആളുകൾ, നമ്മൾ ഉദ്ദേശിക്കാത്ത തരത്തിലുള്ള വിദ്യാഭ്യാസ രീതികളുമായി അല്ലെങ്കിൽ ആ ക്രമങ്ങളുമായി ബന്ധപ്പെട്ട് പോകുന്നു. CBSE പഠിക്കുന്ന അല്ലെങ്കിൽ അതേപോലെ ഉയർന്ന വേണമെങ്കിൽ ഫീസൊക്കെ കൊടുക്കേണ്ട സ്ഥാപനങ്ങളിൽ പോലും തന്റെ മക്കളെ പറഞ്ഞയക്കാൻ അവർക്ക് മറ്റൊരു ബുദ്ധിമുട്ടും രണ്ടാമതൊരു ആലോചനയില്ലാത്ത ഒരു സമൂഹമായി ഈ കേരളീയ സമൂഹം മാറുന്നു. ബാങ്ക് പ്രസിഡന്റ് E.K. ദേവാനന്ദൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TV. സുരേഷ്, വൈസ് പ്രസിഡന്റ് ഖദീജ പുതിയ വീട്ടിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നൂറുൽ ഹുദ, പഞ്ചായത്ത് അംഗങ്ങളായ NS പ്രണവ്, അഖില വേണി, സുരേഷ് കൊച്ചുവീട്ടിൽ, PA സജീർ, AS റജി പോൾ, CD ജീജ എന്നിവരും സംസാരിച്ചു. നാട്ടിക SN കോളേജിൽ 3 അധ്യാപകരെ നിയമവിരുദ്ധമായി സ്ഥലം മാറ്റിയെന്നാരോപിച്ച് AKPCTA ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോളേജിന് മുന്നിൽ ധർണ നടത്തി. പ്രൊഫസർ KU അരുണൻ MLA ഉദ്ഘാടനം ചെയ്തു. ജഡ്ജിമാർ ചെയ്യുന്ന പുറപ്പെടുവിക്കുന്ന വിധിക്കാണ് സാർ പർക്കൂറിയം എന്ന് പറയാം. ഇതിനെക്കുറിച്ച് പിന്നീട് നമ്മുടെ ഇവിടെ BJPയുടെ ലീഡർ എഴുതിയുള്ളൂ, ആ മറ്റേ അഡ്വക്കേറ്റ്, വേറെ ആരും എഴുതിയില്ല. ഞാനന്നും എഴുതി, പക്ഷെ ഞാൻ എഴുതുന്നതൊന്നും നമ്മൾ ആൾക്കാർ വായിക്കുന്ന വാരികകളിലൊന്നല്ല. അവരൊന്നും എടുക്കില്ല. ഗംഗാരനൊക്കെ പറഞ്ഞു മാസത്തിട്ട് എഴുതി തരാൻ പറഞ്ഞു, മാതൃഭൂമിയിൽ എഴുതി കൊടുക്കുമ്പോൾ എടുക്കില്ല. കാരണം അത് എസ്റ്റാബ്ലിഷ്മെന്റിനെതിരെയാണ്. അപ്പൊ സൂചിപ്പിച്ചു വരുന്നത് അങ്ങനെയാണ് കോടതികൾ. AKPCTA ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ R. ബിന്ദു അധ്യക്ഷത വഹിച്ചു. ടോമിച്ചൻ ജോസഫ്, പ്രൊഫസർ P. ഗോപിനാഥൻ, PM അഹമ്മദ് എന്നിവരും സംസാരിച്ചു. മതിലകം കൂളിമുട്ടത്ത് തെങ്ങിൽ നിന്ന് വീണ് മരിച്ച തോട്ടുപുറത്ത് കുട്ടന്റെ കുടുംബത്തിനുള്ള ധനസഹായം കൈമാറി. നാട്ടുകാരുടെ നേതൃത്വത്തിൽ സ്വരൂപിച്ച 1 ലക്ഷം രൂപയാണ് നൽകിയത്. രാവിലെ നടന്ന ചടങ്ങിൽ E.T. ടൈസൺ മാസ്റ്റർ MLA കുട്ടന്റെ ഭാര്യ അജിതയ്ക്ക് ധനസഹായം കൈമാറി. KK കാർത്തികേയൻ, ശൈലജ പ്രതാപൻ, PK വിശ്വനാഥൻ തുടങ്ങിയവരും സന്നിധരായിരുന്നു. പുല്ലൂറ്റ് ഗവൺമെന്റ് KKTM കോളേജിൽ ഡൽഹിയിൽ നിന്നുള്ള 3-അംഗ UGC NAC സംഘം ഈ മാസം 20, 21, 22 തീയതികളിൽ സന്ദർശനം നടത്തും. സ്ഥാപനത്തിന്റെ ഭൗതിക സാഹചര്യങ്ങളും അക്കാദമിക് നേട്ടങ്ങളും വിലയിരുത്തി ഗ്രേഡ് നിശ്ചയിക്കുകയാണ് UGC NAC സംഘത്തിന്റെ സന്ദർശന ലക്ഷ്യം. നിലവിൽ B ഗ്രേഡുള്ള കോളേജിന് ഇക്കുറി ഉയർന്ന ഗ്രേഡ് നേടാനാകുമെന്നാണ് പ്രതീക്ഷ. പ്രിൻസിപ്പാൾ TN വിജയമ്മ, NAC കോർഡിനേറ്റർ ഡോക്ടർ O. രഘു എന്നിവരുടെ നേതൃത്വത്തിൽ കോളേജിന് മികച്ച ഗ്രേഡ് നേടുവാനുള്ള പരിശ്രമങ്ങളാണ് നടത്തുന്നത്. കുഷ്ഠരോഗം വീണ്ടും പ്രത്യക്ഷപ്പെട്ട കൊടുങ്ങല്ലൂർ മേഖലയിൽ വിപുലമായ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുവാൻ നഗരസഭാ ചെയർമാൻ CC വിപിൻ ചന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. ഈ മാസം 20-ന് ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് നഗരസഭാ ടൗൺ ഹാളിൽ കുഷ്ഠരോഗ പ്രതിരോധ പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കി ശില്പശാല സംഘടിപ്പിക്കും. കുടുംബശ്രീ, ആശാപ്രവർത്തകർ, വിദ്യാലയങ്ങളിലെ PTA അംഗങ്ങൾ, തെരഞ്ഞെടുക്കപ്പെട്ട അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുക്കുന്ന ശില്പശാലയിൽ ജില്ലാ ലെപ്രസി വിഭാഗത്തിലെ വിദഗ്ധരും അലോപ്പതി, ആയുർവേദ, ഹോമിയോ ഡോക്ടർമാരും ക്ലാസ് എടുക്കും. തുടർന്ന് വീടുകൾ കേന്ദ്രീകരിച്ചും വിദ്യാലയങ്ങളിലും രോഗനിർണയവും ബോധവൽക്കരണവും സംഘടിപ്പിക്കും. പിന്നീട് തുടർ പ്രവർത്തനങ്ങൾ സജീവമാക്കുവാനും യോഗം തീരുമാനിച്ചിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ മേഖലയിൽ കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുവാൻ ജില്ലാ ലെപ്രസി ഓഫീസർ നിർദ്ദേശം നൽകിയതായി താലൂക്ക് ഗവൺമെന്റ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ TV. റോഷ് അറിയിച്ചു. കൊടുങ്ങല്ലൂർ നഗരത്തിൽ വ്യാപാരികളും ബസ് ജീവനക്കാരും തമ്മിൽ സംഘട്ടനം, 4 പേർക്ക് പരിക്ക്. കൊടുങ്ങല്ലൂർ തൃശൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ പണിമുടക്ക്. നഗരത്തിൽ വ്യാപാരികൾ ഹർത്താൽ ആചരിച്ചു.
കൊടുങ്ങല്ലൂർ ചന്തപ്പുരയിൽ നഗരസഭാ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഉച്ചതിരിഞ്ഞായിരുന്നു സംഭവം. ബസ് സ്റ്റാൻഡ് പരിസരത്തുള്ള നാലുമാക്കൽ പെയിന്റ്സ് എന്ന സ്ഥാപനത്തിന്റെ ഗോഡൌണിന് മുന്നിൽ ആളൊഴിഞ്ഞ സ്വകാര്യ ബസ് നിർത്തിയിട്ടതിനെ ചൊല്ലിയുണ്ടായ തർക്കം സംഘട്ടനത്തിൽ കലാശിക്കുകയായിരുന്നു. സംഘട്ടനത്തിൽ പരിക്കേറ്റ വ്യാപാരികളായ നാലുമാക്കൽ ജീവൻ, തൈക്കാട്ട് നന്ദകുമാർ, പനക്കാട്ട് പ്രവീൺ, ബസ് ജീവനക്കാരനായ അലക്സ് എന്നിവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തെ തുടർന്ന് കൊടുങ്ങല്ലൂർ തൃശൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ മിന്നൽ പണിമുടക്ക് നടത്തി. നഗരത്തിൽ വ്യാപാരികൾ ഹർത്താലും ആചരിച്ചു. ബസ് പണിമുടക്കും ഹർത്താലും ജനങ്ങളെ വലച്ചു. വിദ്യാർത്ഥികളും ജീവനക്കാരും ഉൾപ്പെടെയുള്ള യാത്രക്കാർ വഴിയിൽ കുടുങ്ങി. കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇടവേള.